ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന് ഏറ്റ ഏറ്റവും വലിയ അടിക്ക് പ്രധാന കാരണം പറയുന്നത് ന്യൂനപക്ഷ വിരുദ്ധതയും അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയവാദികളെ ന്യൂനപക്ഷ ഒരു തൊഴിലാക്കിയ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വർഗീയവാദികളെ കാറിൽ കയറ്റിക്കൊണ്ട് അവരെ ആനയിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഇല്ലാത്ത ഇത്രയും കാലം അവർക്ക് കിട്ടാത്ത ഒരു സുരക്ഷയും ഒരു പരിരക്ഷയും നൽകിയതായിരുന്നു ഏറ്റവും വലിയ പരാജയം. UDF വലിയ ആയുധമാക്കിയതും അതുതന്നെയായിരുന്നു. എന്നാൽ അതിനുശേഷം 102 സീറ്റിൽ UDF വിജയിച്ച് കയറിയപ്പോൾ ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഇക്കഴിഞ്ഞ കാലഘട്ടത്തിലൊന്നും ഏകീകരിക്കപ്പെടാത്ത രീതിയിൽ ക്രമാതീതമായി ഏകീകരിക്കപ്പെട്ട് UDF വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചപ്പോൾ അതേ ന്യൂനപക്ഷ വിരുദ്ധത മുസ്ലിം ലീഗിനെതിരെയും മുസ്ലിം സമൂഹത്തിനെതിരെയും കേരളത്തുടനീളം വംശീയതയും വർണ്ണവെറിയും പുലമ്പി നടന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റൊരു വകുപ്പ് മന്ത്രിയും വെള്ളാപ്പള്ളി നടേശൻ്റെ വിത്താണെന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ പറയുന്ന തുഷാർ വെള്ളാപ്പള്ളിയെയും സ്വീകരിക്കുന്ന UDF വകുപ്പ് മന്ത്രിമാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങേയറ്റം ഇവർ എന്താണ് കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ നൽകിയ പ്രവർത്തനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷ വിരുദ്ധത, മുസ്ലിം വിരുദ്ധത എന്നതിനപ്പുറത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും നൽകിയിട്ടില്ല. ആ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വകുപ്പ് മന്ത്രിമാർ വെള്ളാപ്പള്ളി നടേശനെ പോയി കാണുന്ന ഒരു സാഹചര്യം, അനുഗ്രഹം മേടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങേയറ്റം നെറികെട്ട രാഷ്ട്രീയം, സമുദായത്തിൻ്റെ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ മുസ്ലിം സമൂഹത്തിൻ്റെ മുഖത്ത് തുപ്പുന്ന ഒരു സമീപനമാണ് ഇതിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്. കാറിൽ കയറ്റി ആനയിച്ച പിണറായി വിജയനും അതോടൊപ്പം തന്നെ UDFൻ്റെ ഇത്തരത്തിലുള്ള വകുപ്പ് മന്ത്രിമാരൊന്നും യാതൊരു വ്യത്യാസവുമില്ല. ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ വിരുദ്ധത പറയുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നതാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളി എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനം എന്ന് പറയുന്നത് ഈ 2 പേരും അച്ഛനും മകനും NDA സഖ്യത്തിൻ്റെ ഭാഗമാണ്. തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിച്ചപ്പോൾ അതോടൊപ്പം തന്നെ അങ്ങ് തെലുങ്കാനയിൽ പോയിട്ട് BJPക്ക് സീറ്റ് പിടിക്കാൻ വേണ്ടി 100 കോടിക്ക് പുറമെ കൈക്കൂലി നൽകാൻ വേണ്ടി തെലുങ്കാനയിൽ ഉടനീളം കറങ്ങി നടന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം വാർത്തകളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ നേതാക്കൾ മറന്നുപോയാലും ഇവിടെ വോട്ട് ചെയ്ത ജനം മറന്നുപോയിട്ടില്ല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അത്തരത്തിൽ BJPക്ക് വേണ്ടി 4 സീറ്റ് കിട്ടാൻ വേണ്ടി എന്ത് നെറികേട് നടത്തിയ തുഷാർ വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് ബാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകൾ പോയി സ്വീകരിച്ചത് അല്ലെങ്കിൽ പോയിട്ട് സന്ദർശിച്ചത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. 102 സീറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആ 102 സീറ്റിനകത്ത് നിഗൂഢതകൾ ഇലക്ഷൻ്റെ ആ ഒരു റിസൾട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. ഞാനടക്കമുള്ള ആളുകൾ അതിനെ വിമർശിച്ചിരുന്നു. അത് സത്യത്തിൽ ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. BJPയും UDFും തമ്മിൽ കൃത്യമായ ഡീല് നടന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ടീം UDF 102 സീറ്റ് ലഭിച്ചതെന്നും കേരളത്തിൽ ഇതുവരെ BJP കിട്ടാത്ത 3 സീറ്റ് അത്തരത്തിലാണ് ലഭിച്ചത് എന്നും ചില രഹസ്യ ഡീലുകൾ സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ മറ്റുള്ള ആളുകൾക്കെതിരെ രഹസ്യ ഡീൽ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഡീൽ നടത്തിക്കൊണ്ട് കസേരയിൽ വന്നിരുന്നു കൊണ്ടാണ് ഇത്തരത്തിലെ രഹസ്യ ഡീൽ എന്ന് പറയുന്ന വിവാദം ഉന്നയിച്ചത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 102 സീറ്റ് ലഭിച്ചത് BJPയുമായി ചില അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇപ്പോൾ സംഘപരിവാരത്തിനോടുള്ള ഭക്തി UDF കാണിച്ചുകൊണ്ടിരിക്കുന്നത്. BJPക്കില്ലാത്ത ഭക്തിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തുഷാർ വെള്ളാപ്പള്ളിയും NDA സഖ്യത്തിൻ്റെ കൃത്യമായി വോട്ട് പിടിക്കാൻ വേണ്ടി ആളുകളെ ചാക്കിലാക്കാൻ വേണ്ടി പണവുമായി നടന്ന അതേ തുഷാർ വെള്ളാപ്പള്ളിയെ ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിക്കുമ്പോൾ ഇത് കൃത്യമായി കേരളത്തിൽ വോട്ട് കച്ചവടം നടന്നതിൻ്റെ ചില അടിസ്ഥാനമാണ്. അത്തരത്തിലുള്ള വോട്ട് കച്ചവടത്തിൻ്റെ തെളിവുകളാണ് ഇത്തരത്തിലുള്ള സന്ദർശനം കൂടി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് RV ബാബുവിനെ പോലെയുള്ള ആളുകൾ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിന് ഇവിടെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള സന്ദർശനത്തിന് അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോൺഗ്രസിന് ഗുഡ്സ് സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നിലപാടുകളെ പറയാൻ, കോൺഗ്രസിൻ്റെ എതിരെ വരുന്ന വിമർശനങ്ങളെ അതിനെ
വിമർശനങ്ങൾക്കെതിരെ മറുപടി പറയാൻ RV ബാബുവിനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ മാന്യത പോലും ഇവിടെയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നത്, നമുക്കൊരു കോൺഗ്രസിൻ്റെ ഒരു നേതാക്കളും നടത്തുന്നത് കാണാൻ സാധിക്കത്തില്ല. മുസ്ലിം ലീഗ് അങ്ങേയറ്റം ഒരു വല്ലാത്ത ഒരു ഗതികേടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളാണ് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ റോളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടന്ന കുറച്ച് മുസ്ലിം ലീഗിൻ്റെ ആളുകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ RSS BJPയും അതുതന്നെയായിരുന്നു പറഞ്ഞ് നടന്നത്. VD സതീശനെ നിയന്ത്രിക്കുന്നത്, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്ന്. എന്നാൽ ഇത്തരം വിഷയത്തിൽ മുസ്ലിം സമൂഹത്തെ വിമർശിക്കുക എന്നതിനപ്പുറത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗിനെയും മലപ്പുറം ജില്ലയെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള, അതേപോലെ പാണക്കാട് തങ്ങളടക്കമുള്ള KM ഷാജി ഉൾപ്പെടെയുള്ള വലിയ വായിൽ പ്രസംഗം നടത്തിക്കളയുന്ന SDPIക്കെതിരെയും അതോടൊപ്പം തന്നെ CPMനെതിരെ മണിക്കൂറുകളൊക്കെ മൈക്കിന് മുന്നിൽ സ്റ്റേജ് കെട്ടി വിയർത്ത് സംസാരിക്കുന്ന KM ഷാജിയെ പോലെയുള്ള ആളുകൾക്ക് ഈ വിഷയത്തിൽ, ഈ രാഷ്ട്രീയ പാപ്പരത്വത്തിൽ, കോൺഗ്രസിൻ്റെ ഇത്തരം അപജയത്തിൽ ഒന്നും പറയാനില്ല എന്നതും വലിയ സങ്കടകരമായ ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും തങ്ങൾ നേടിയ വിജയം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും അത്തരം വിജയം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്നും അതേ വിജയം വലിയ പരാജയമാക്കാൻ ജനങ്ങൾക്ക് അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നത് നല്ലതാണ്.